കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും ഗലീലിലൂടെ കടന്നുപോയി. ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു. കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഈ വചനം അവർക്ക് മനസ്സിലായില്ല. എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. പിന്നീട് കഫർനാമിൽ എത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേയുള്ള കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവൻ ഒരു ശിശുവിനെ എടുത്ത് അവൻ്റെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസത്തിലെ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുവും ശിഷ്യന്മാരും ഗലീലിലൂടെ കടന്നു പോകുന്ന വേളയിൽ ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു എന്നാണ് ഇന്നത്തെ വചനം ആരംഭിക്കുന്നത്. എന്താണ് തൻ്റെ ഈ കാര്യം ആരും അറിയരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്? കർത്താവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് മരണത്തിലേക്കുള്ള യാത്രയാണ്. ജെറുസലേമിലാണ് തൻ്റെ യാത്ര അവസാനിക്കുന്നതെന്ന് യേശുവിന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആ യാത്രാമധ്യയാണ് അവർ ഗലീലിലൂടെ കടന്നു പോകുക. അപ്പോൾ തൻ്റെ മരണത്തിലേക്ക് അടുക്കുന്ന നിമിഷങ്ങളാണെന്ന് യേശുവിന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇക്കാര്യം ആരും അറിയരുതെന്നാണ് അവൻ ആഗ്രഹിച്ചത്. അതേസമയം തൻ്റെ മരണകാര്യം ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച കർത്താവ് ഇക്കാര്യം തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് പറയുന്നതാണ് നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുക. 3 വചനങ്ങളിലൂടെ രക്ഷാകര ചരിത്രത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് പറയുകയാണ്. തൻ്റെ മരണത്തെക്കുറിച്ചുള്ള 2ാമത്തെ പ്രവചനമാണ് ഇവിടെ യേശുനാഥൻ നടത്തുക. വളരെ പ്രധാനപ്പെട്ട കാര്യം വെറും 3 വചനങ്ങളിലൂടെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാൻ കർത്താവ് ശ്രമിക്കുകയാണ്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ വധിക്കും. 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് രക്ഷാകര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇത് തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് അവൻ പറയുമ്പോൾ അവർക്ക് അത് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എന്നാണ് പറയുക. ഇങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത നിമിഷങ്ങളിൽ ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ രഹസ്യമായി പോയി കർത്താവിനോട് ചോദിക്കുന്ന ഒരു പതിവ് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഇന്നലെ ശ്രവിച്ച തിരുവചനത്തിലും അതുതന്നെയാണ് കാരണം ബാലനായ ആ പിശാച് ബാധനെ സുഖപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ മറ്റെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ പോയി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കാതെ പോയത്? അല്ലെങ്കിൽ വിത്തുകളുടെ ഉപമയെക്കുറിച്ച് യേശുനാഥൻ ജനങ്ങളോട് പറഞ്ഞപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ ശിഷ്യന്മാർ പിന്നീട് മറ്റുള്ളവരാരും ഇല്ലാത്ത അവസരത്തിൽ എന്താണ് അങ്ങ് പറഞ്ഞ ഉപമയുടെ അർത്ഥമെന്ന് യേശുവിനോട് ചോദിക്കുന്നതും നമ്മുടെ സുവിശേഷങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് യേശു അവരോട് പറഞ്ഞിട്ടും അത് എന്താണ് എന്ന് ചോദിക്കുവാനുള്ള മനസ്സ് ഇവർക്ക് ഉണ്ടാകുന്നില്ല. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളെക്കുറിച്ച് തൻ്റെ പ്രിയ ശിഷ്യന്മാരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് കേൾക്കാതെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന തർക്കം എന്ന് പറയുന്നത് തങ്ങളിൽ ആരാണ് വലിയവൻ. അപ്പോഴും യേശു സ്ഥാപിക്കാൻ പോകുന്ന രാജ്യം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല.
പത്രോസ് വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തി. അതിനുശേഷം യേശുനാഥൻ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ഒന്നാം പ്രവചനം നടത്തുമ്പോൾ അവിടെയും ശിഷ്യന്മാർ അത് മനസ്സിലാക്കാതെ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവേ, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെയും യേശു പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുക. കാരണം തന്നെ മനസ്സിലാക്കേണ്ട പ്രിയ ശിഷ്യർ തന്നെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളും യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്നവരായി ഒന്ന് അവകാശപ്പെടുന്നവരാണ്, യേശുവിനോടൊപ്പമുള്ളവരാണ്, യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് എന്നെല്ലാം അവകാശവാദം ഉന്നയിക്കുമ്പോൾ യേശുവിനും നമ്മോട് ഇതുപോലെ പല കാര്യങ്ങളും പറയുവാനുണ്ട്. പക്ഷേ അവിടെയെല്ലാം ശിഷ്യന്മാരെ പോലെ യേശുവിനെ മനസ്സിലാക്കാതെ കടന്നു പോകുന്നവരാണോ നമ്മൾ ഓരോരുത്തരും എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. യേശുവിന് നമ്മൾ പല കാര്യങ്ങളും പറയുവാനുണ്ടാകും, പക്ഷേ ആ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ ശിഷ്യന്മാരുടെ ചിന്ത എന്ന് പറയുന്നത് കർത്താവ് സ്ഥാപിക്കാൻ പോകുന്ന ആ രാജ്യം എന്ന് പറയുന്നത് വളരെ ഐഹികമായ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൽ തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥാനമാനങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. തങ്ങളിൽ ആരാണ് ഒന്നാമൻ, ആ വ്യക്തിക്കായിരിക്കും പ്രധാന സ്ഥാനം ലഭിക്കുക. അതിനുവേണ്ടി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നത് ആ പോകുന്ന യാത്രയിൽ വേദനയോടെ കർത്താവ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ പ്രിയ ശിഷ്യന്മാർ വളരെ ഭൗതികമായ രീതിയിലാണ് ചിന്തിക്കുന്നതെന്നും അവർക്ക് ഭൗതികമായ നേട്ടങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് എന്നറിയുമ്പോൾ യേശുവിന് എത്രമാത്രം വേദന ഉണ്ടാകാം. തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിത പങ്കാളിയോട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ അവർ ഇന്ന് മേടിക്കാൻ പോകുന്ന വസ്ത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആഭരണത്തെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് എപ്രകാരമായിരിക്കും ദേഷ്യം ഉണ്ടാവുക. ഒന്ന് ചിന്തിച്ചു നോക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കുടുംബത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അവർ തങ്ങളുടെ ലോകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായും വളരെ ദേഷ്യം വരാം. പക്ഷേ അതൊന്നും പ്രകടമാക്കാതെ യേശു എന്താണ് ചെയ്യുന്നത്? അവരുടെ ചിന്താഗതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അത് ചോദിച്ചപ്പോൾ അവർ നിശബ്ദരായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തങ്ങളുടെ സംസാരം യേശു ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിശബ്ദരായിരിക്കുവാനേ സാധിച്ചുള്ളൂ. അവിടെ യേശു വലിയൊരു പാഠമാണ് കാണിച്ചത്. ഒരു ശിശുവിനെ എടുത്തുയർത്തിക്കൊണ്ട് ഈ ശിശുവിനെ സ്വീകരിക്കുന്ന വ്യക്തികൾ എന്നെ സ്വീകരിക്കുന്നു എന്ന വലിയൊരു പാഠം. ശുശ്രൂഷകനായി മാറണം, ഒരു സേവകനായിട്ട് മാറണം എന്ന കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ക്രിസ്തു സൃഷ്ടിയായ നമ്മുടെയും മനോഭാവം അതുതന്നെയായിരിക്കണം. ഒരു ശിശുവിനെ സ്വീകരിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ശിശുക്കൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് വളർന്നു വരുന്നവരാണ്. അപ്പോൾ അവരെ പരിചരിക്കുന്നവർ ഒരിക്കലും അവരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ ക്രിസ്തുവിൻ്റെ ശിഷ്യരും മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു കൊടുക്കുന്നവരായിട്ട്, സേവനം ചെയ്യുന്നവരായിട്ട് മാറണം എന്നാണ് കർത്താവ് പറയുക. അതിനാൽ ഇന്ന് ഈ ദ്യോപലിയിലായിരിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാരെ പോലെ യേശുവിന് പറയാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ കടന്നു പോകുന്നവരാകാതെ നമ്മൾ മാറണം. അതേപോലെ കർത്താവ് പഠിപ്പിക്കുന്ന പോലെ നല്ല ഒരു സേവകനായിട്ട് മാറുവാൻ, ശുശ്രൂഷകനായിട്ട് മാറുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടിയും ഇന്നത്തെ ദ്യോപലി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.